പാർവതി വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളിൽ പ്രിയമായ ആദരണീയരായ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാണശാസ്ത്രങ്ങളും സ്ത്രീകളും എന്ന വിഷയത്തിൽ നിന്നൊക്കെയാണ് ഇന്നിവിടെ ഈ സംവാദ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പാർവതിക്ക് സൂചിപ്പിച്ച വിഷയമാണ് സിമോൺ ഗുബയുടെ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകത്തെ സംബന്ധിച്ച്. പക്ഷേ ഒട്ടൊക്കെ ആശങ്കയോടെ, എന്നാൽ അതേസമയം തന്നെ ഗൗരവം കലർന്ന ചില നാമകലുമാണ് എനിക്ക് ഈ സമയത്ത് തോന്നുന്നത്. അത് ആ പുസ്തകത്തിന്റെ പേര് കൊണ്ടോ ആ വിഷയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. മറിച്ച് ഫെമിനിസ്റ്റ് വേവ്, ആ വേവ് എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാൻ തന്നെ കഴിയുന്നതാണ്. കാരണം നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട സംഭവവികാസം, ആ സംഭവവികാസത്തെ പറ്റി പരാമർശിക്കാതെ ഈ വിഷയത്തിലേക്ക് കടക്കാൻ കഴിയും. ആ വിഷയം കേട്ട് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്ക് ചിലപ്പോൾ അസ്വാരസ്യം ഉണ്ടായേക്കാം. എന്തിന് ഈ വിഷയത്തെ പറ്റിയുള്ള സൂചിപ്പിക്കുന്നു എന്ന് തോന്നിയിട്ടില്ല. പക്ഷെ അസ്വസ്ഥത ഒന്നും പരിഹരിക്കാതെ ആ വിഷയം പറയുകയാണ്. ആ വിഷയം എന്ന് പറയുന്നത് ശബരിമല കലാപമാണ്. ശബരിമല സ്ത്രീ വിഷയമാണ്. ആ വിഷയം ഇതിന്റെ ആമുഖത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയത്തിലേക്ക് കടക്കേണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രവർത്തിച്ചത് സിമോൺ ഗുബയുടെ സെക്കൻഡ് സെക്സ് ആണ്. പ്രവർത്തിച്ചതെന്താണ്? ഫെമിനിസം കേരളത്തിൽ പ്രവർത്തിച്ചത്. അതിന്റെ അർത്ഥം ഫെമിനിസ്റ്റ് പ്രസ്ഥാനം നിരപക്ഷ കാണിക്കുകയോ അത്തരം സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ലഭിക്കാതെ പോയി എന്ന ആശങ്കയിലേക്ക് തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ വലിയ രീതിയിലുള്ള സ്ത്രീ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വലിയ നേതൃത്വം അനുഭവിച്ച സംഭവമാണ്. പക്ഷേ ഒരു നിർണായകമായ സന്ദർഭത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായി. നിർണായകമായ ഘട്ടത്തിൽ, അതിനിർണായകമായ ചരിത്ര സന്ദർഭത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ, സ്ത്രീകളുടെ സമത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതി അതിപ്രധാനമായ ഒരു രീതി പുറപ്പെടുവിച്ചിരുന്നു. റോഡിലിറങ്ങിയത് മുഴുവൻ ഈ സെൻസസ് വായിച്ച സ്ത്രീകൾ ഉൾപ്പെടെ എവിടെ ഉണ്ടായിരുന്നു? റോഡിലുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നതാണ് ഇപ്പോൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. സിമോണിനെ വായിച്ചവർ എവിടെ ഉണ്ട്? റോഡിൽ. ഞങ്ങളെല്ലാം അശുദ്ധരാണ് എന്ന് പറഞ്ഞാൽ അതിൽ റോഡിലുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കേരളത്തിലെല്ലാം വീണ്ടും എഞ്ചിനീയർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, ടീച്ചർമാരുണ്ട്, ഒരുപാട് ഫിസിക്സും നാനോ ടെക്നോളജിയും ഒക്കെ പഠിച്ച സ്ത്രീകളുണ്ട്. പക്ഷെ ഇവരെല്ലാം നമ്മൾ വേദിയിൽ പ്രഖ്യാപിച്ചു എന്താണ്? ഞങ്ങളെല്ലാം അശുദ്ധകളാണ്, ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. വെയിറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് പ്രസ്ഥാനത്തിന് കേരളത്തിലുണ്ടായി. ശബരിമലയിൽ പോകാൻ വെയിറ്റ് ചെയ്യും. അതിന് പ്രസ്ഥാനം ഉണ്ടായി എന്നുള്ളതാണ്. ഇത്രമാത്രം നാണക്കേട് സൃഷ്ടിക്കുന്ന കേരള സമൂഹം ലജ്ജിച്ച് തലതായിട്ടേണ്ട ഒരു സന്ദർഭമാണ് ഈ ശബരിമല കലാവസ്ഥ. സ്ത്രീകൾ സ്വതന്ത്രരാണെന്നും ആർക്കും അശ്ലീലാണെന്നും ഒക്കെയുള്ള സന്ദർഭത്തെ അംഗീകരിക്കും. അതേ സമയത്ത് ആർക്കും അശ്ലീലാണെന്ന് പാരമ്പര്യവാദികൾ കാണിക്കുന്നു. ഇപ്പോൾ ഈ സിനിമ ഉണ്ടല്ലോ, ഗ്രേറ്റിന്റെ പിക്ചർ. ആ സിനിമയിലെ സംഭവങ്ങൾക്ക് കേരളീയ സ്ത്രീകൾ മുക്തമായി ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ സമയത്ത് വീണ്ടും തലവിച്ചോളാണ് ഇപ്പോൾ നടക്കണമെന്ന് എനിക്ക് സംശയമൊന്നുമില്ല. കേരളത്തിലെ സ്ത്രീകൾ അവസരങ്ങളുണ്ടെങ്കിൽ അവർ ടീച്ചർമാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും എല്ലാവരും വീട്ടിൽ ചുമന്നതാണ്. ഈ പുരുഷന്മാരൊന്നും വീട്ടിൽ ചുമന്നതാണ് പാടുന്നത്. സ്ത്രീകൾക്കാണ് വീട്ടിലെല്ലാം അധിക ബാധ്യതയോ ഈ വീട് തല ചുമന്ന നടക്കാനുള്ള ബാധ്യത സ്ത്രീകൾ തന്നെ വന്നത്. ഇപ്പോഴും അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമില്ലേ? അത് പൊതുവെ അന്വേഷിക്കാൻ നമ്മൾ ആഗ്രഹമാണ്. അതിന് ഏറ്റവും നമ്മുടെ പുരോഗമന രീതിയിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന സാമ്പത്തികത്തിന്റെ ഒക്കെ സന്ദർഭം വെളിവാകുന്നത് ഈ വിഷയം വളരെ അപകടത്തിൽ പരിശോധിക്കുന്നതാണ്.
അങ്ങനെ വരുമ്പോഴാണ് ഈ സ്ത്രീ വിരുദ്ധമായ ഒരു സാമൂഹിക മൂല്യം എവിടെ നിന്നാണ് പുറപ്പെടുന്നത് നമുക്ക് അന്വേഷിക്കേണ്ടി വരുന്നത്. സമത്വ വിരുദ്ധമായ സാമൂഹിക വിരുദ്ധമായ ഒരു സമൂഹ സൃഷ്ടിയുടെ ആധാരം എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധത്തിൽ നിന്നാണ് തുടക്കം. സമൂഹത്തിൽ സമത്വമില്ലായ്മയും സ്വാതന്ത്ര്യമില്ലായ്മയും സാഹോദര്യമില്ലായ്മയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ സ്ത്രീ വിരുദ്ധതയിലാണ്. ഈ സ്ത്രീ വിരുദ്ധത ഇന്ത്യയിൽ സൃഷ്ടിച്ചത് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എന്ന് പറയുന്ന ബ്രാഹ്മണ്യ പുരുഷ മേധാവിത്വമാണ്. ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകളെ ഇത്രയും വില കുറഞ്ഞ ഒക്കെ പറഞ്ഞത്. പക്ഷെ ഇന്ത്യയിലെ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പട്ടിയുടെ അത്രയും പോലും സ്ത്രീകൾക്ക് വില കൊടുക്കാത്ത ഒരു സാമൂഹിക വ്യവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഗ്രന്ഥമാണെന്ന് പരിശോധിച്ചാൽ ബോധ്യപ്പെടും. വിശുദ്ധമെന്ന് കരുതുന്ന രാമായണവും മഹാഭാരതവും ഒക്കെ എടുത്ത് വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കുമ്പോഴാണ് സ്ത്രീവിരുദ്ധത ഇങ്ങനെ അണപൊട്ടി ഒഴുകുമോ. ഈ സ്ത്രീവിരുദ്ധത അണപൊട്ടി ഒഴുകുന്ന പുസ്തകം 33 ദിവസം 15 മിനിറ്റ് വായനയെ സ്ത്രീവിരുദ്ധത വായിക്കുന്നത് മൊത്തം. പക്ഷെ ഈ സ്ത്രീവിരുദ്ധതയെ വായിക്കുന്നവർ വായിക്കുന്നവർക്ക് പറഞ്ഞുകൂടാ, കേൾക്കുന്നവർക്ക് പറഞ്ഞില്ല. ഇതാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ധർമ്മശാസ്ത്രങ്ങളും സ്ത്രീ ധർമ്മവും എന്ന് പറയുന്നത് നാം ഉപേക്ഷിക്കാനുള്ള ഒരു സങ്കല്പമാണ്. സ്ത്രീ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പമാണെങ്കിൽ ആ സങ്കല്പം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ സമ്പൂർണമായി ആ സങ്കല്പങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്തുകൊണ്ട് മാത്രമേ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും സാമൂഹികവും ഒരു സമൂഹ സൃഷ്ടി സാധ്യമാകും. അതിനെന്ത് വേണം? അതിന് നമ്മളെ സാംസ്കാരികമായും സാമൂഹികമായും പിടിയോക്കിയിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചുള്ള പുരുഷമേധാവിത്വപരമായ, പ്രത്യേകിച്ച് ഗ്രാമീണ പുരുഷമേധാവിത്വപരമായ മൂല്യവസ്ഥകളെ നമുക്ക് കൈവരിക്കാൻ കഴിയും. എന്നാൽ മാത്രം നമുക്കൊരു സമത്വ സൃഷ്ടി, സമത്വപൂർണമായ ഒരു സമൂഹ സൃഷ്ടി സാധ്യമാകുന്നു. അതിന്റെ ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ അതിലേക്ക് കടക്കണമെങ്കിൽ എന്ത് വേണം? അതിലേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ സാംസ്കാരിക മൂല്യത്തിന്റെ വ്യവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ടി വരും. അതിന് തുല്യവും പുരാതനവും തന്ത്രവും ഗ്രന്ഥങ്ങൾ നാം അഴിച്ചു പരിശോധിക്കുകയും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതിനെ ഉപേക്ഷിച്ചാൽ മാത്രമേ സ്വാതന്ത്ര്യ ഒരു സംഭവം ഉണ്ടാകുള്ളൂ. നോക്കൂ, ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഗൗതമ ധർമ്മസൂത്രം എന്ന് പറഞ്ഞൊരു പ്രാചീന ധർമ്മസൂത്രമാണ്. മനുസ്മൃതി ലഭിക്കുന്നതിന് മുമ്പുള്ള ഗ്രന്ഥമാണ്. പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ള വാക്യം പറഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യം നടത്തുക എന്ന മനുവിന്റെ വാക്യങ്ങൾ എല്ലാവരും ചിരപരിചിതമാണ്. പക്ഷേ മനു പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞത് ഗൗതമനാണ്. ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുന്നു, അസ്വതന്ത്ര സ്ത്രീ നാഭിചരേ ഭർത്താരം വാക്ചക്ഷു കർമ്മസംഹിത. ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുന്നു, അസ്വതന്ത്ര സ്ത്രീ, സ്ത്രീകൾ എങ്ങനെയുള്ളവരാണ്? അസ്വതന്ത്രങ്ങളാണോ? സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൂടാ. അത് എന്തുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്? നാഭിചരേ ഭർത്താരം, ഭർത്താവിനെ മറികടന്നുകൊണ്ട് ഉല്ലംഘിച്ചുകൊണ്ട് സ്ത്രീകൾ സഞ്ചരിക്കാൻ പാടില്ല. വാക്ചക്ഷു കർമ്മസംഹിത, സ്ത്രീകൾ എന്ത് ചെയ്യണം? വാക്കും കണ്ണും അവരുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കണം എപ്പോഴും. ഈ സിനിമയുടെ പേര് ഓർമ്മ വരുന്നില്ല, പക്ഷെ ആ സിനിമയിലെ കഥാപാത്രം ഒരുപാട് ഇടിപിടിച്ച ഒരു സിനിമയാണ്. നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയില്ല. ബേസിൽ ജോസഫിന്റെ സിനിമയാണ്. ഞാൻ അതിലൊരു സംഭവ വിഷയം നടക്കുന്നു. പക്ഷേ ഒരു പെൺകുട്ടി ചെറുപ്പകാലത്ത് നോട്ട് ചെയ്തുകൊണ്ട് വരുന്ന ദർശനയുടെ കഥാപാത്രം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. പെൺകുട്ടി നടത്താൻ പാടില്ല. അല്ലെങ്കിൽ അവർക്ക് ഓരോ ചിട്ടകളെ സങ്കല്പിച്ച് സമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ചിട്ടകൾക്കനുസരിച്ച് മാത്രമേ സ്ത്രീകൾ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആൺകുട്ടികൾ കരയാൻ പാടില്ല. കരയുന്നത് പെൺകുട്ടികൾ കരയാതിരിക്കപ്പെട്ടല്ല, ആൺകുട്ടികൾ ചെയ്യാൻ പാടില്ല, കരയാൻ പാടില്ല. പക്ഷെ ഈ ഇപ്പോഴുള്ള സംഭവം ഞങ്ങൾക്കറിയാവും. ഇന്ന് കരയുമ്പോൾ എന്താ പ്രശ്നം? കരകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നു? കരയിൽ പോയി കരയണം. അതിന് കരച്ചിലെല്ലാം കൂടെ തടഞ്ഞു.
പക്ഷേ നമ്മുടെ സമൂഹം ലിംഗവിഭാഗം പ്രവർത്തനം എങ്ങനെയാണ്? സ്ത്രീകളോട് കാര്യം പറഞ്ഞുകൊണ്ട് ആണുങ്ങളുടെ കാര്യം പാടില്ലായും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമ്മുടെ സമൂഹം നിലനിർത്തുന്നത്. സ്ത്രീകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലോകം ധർമ്മസൂത്രം പറയുന്ന വാചക്ഷു കർമ്മ സംഹിതമാണ്. വാക്കും കർമ്മം പ്രവർത്തികളും നിയന്ത്രിക്കണം എന്നാണ്. നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്യുന്നു. ഇത് കഴിഞ്ഞു പോയതല്ല, നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ പോയത് ഇതെങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീട്ടിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്ന അവരുടെ വീട്ടിലേക്ക് അത് നോക്കിയാൽ മതി. ചേട്ടനാണ് ലോക ധർമ്മസൂത്രം പ്രവർത്തിക്കുന്നത് അവരവരുടെ വീട്ടിൽ നോക്കിയാൽ വളരെ വ്യക്തമാണ്. ഒരു വീട്ടിൽ നേരെ പറയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ദൃശ്യമായി നിരീക്ഷിച്ചാൽ നമ്മുടെ സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നത് ബോധ്യപ്പെടും. ആരും അടുക്കളയിൽ ജോലി ചെയ്ത് നോക്കിയാൽ നമ്മുടെ സമൂഹത്തിന്റെ വ്യവസ്ഥിതി എങ്ങനെയാണെന്ന് ബോധ്യപ്പെടും. ദേശാഭിമാനി വായിക്കുന്ന പുരോഗമനകാരിയാകും, പക്ഷെ അദ്ദേഹത്തെ ആരംഭിക്കുക പുരോഗമനം കൊടുക്കാം. പക്ഷേ സ്ത്രീ അടുക്കളയിൽ ഉപ്പുണ്ടാക്കും. ഇവിടെ ദേശാഭിമാനി വായിക്കുക, ദേശാഭിമാനി വായിച്ചാൽ നമ്മൾ പുരോഗമനം നടത്തുക. ദേശാഭിമാനി പത്രമാണ് വെച്ചിട്ട് അദ്ദേഹം അടുക്കളയിൽ കൂടി കുട്ടിയിൽ ദേഹം കുട്ടി പഠിക്കുകയും ചെയ്യണം. അപ്പോഴേ പുരോഗമനമാണ്. ആ രീതിയിലേക്ക് നമ്മൾ എത്രമാത്രം വളർന്നിട്ടുണ്ട്. ജോലി തുല്യമായി പങ്കിട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിട്ടേ ഇല്ല. ഇപ്പൊ എന്റെ ചെറുപ്പത്തില് ഞാൻ ചെയ്യാത്ത ജോലികളില്ല. ഈ സന്ദർഭത്തിൽ അത് പ്രസക്തമാണെന്ന് തോന്നുന്നു. എന്റെ അമ്മ മുഖം തൂക്കുക എന്ന് പറയുന്ന പരിപാടി, പാത്രം കഴുകുക, വസ്ത്രമൊക്കെ ഇങ്ങനെ ചെയ്യാത്ത ജോലികളില്ല. അങ്ങനെ ഒന്ന് ചെയ്ത് ശീലിക്കുമ്പോഴാണ് ഈ വ്യവസ്ഥാക്രമം മാറുന്നത്. പക്ഷെ പൊതുവെ ഈ ജോലികൾ നമ്മളെങ്ങനെ തരംതിരിച്ചിരിക്കുന്നു, പലതായി തിരിച്ചു നിൽക്കുന്നു. സ്ത്രീകൾക്കുള്ള ജോലിയെന്നും പുരുഷന്മാർക്കുള്ള ജോലിയെന്നും തരംതിരിക്കുകയും അടുക്കളയിൽ സ്ത്രീകൾക്കായിട്ട് വിധിക്കപ്പെട്ട ഒരു സമ്പൂർണ്ണ പ്രതിമാസമായി മാറ്റിയിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മുടെ അടുക്കളയിൽ നിന്ന് വിവേചനം തുടങ്ങിയിരിക്കുകയും സത്യം വേണ്ട അടുക്കള ഇല്ലാതാക്കാനുള്ള സമരപരിപാടി എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്. അടുക്കള ഇല്ലാതാക്കണം. അടുക്കളയാണ് കേരളീയ സമൂഹത്തിന്റെ ലിംഗവിവേചനത്തിന്റെ വേദികൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതെല്ലാവർക്കും ജോലി ചെയ്യാവുന്ന ഇടപാട് അടുക്കളയിൽ നമ്മൾ മാറ്റിവെക്കും. നിർഭാഗ്യവശാൽ അടുക്കള തന്നെ അവിടാണ് പ്രശ്നങ്ങൾ. വസ്തുതർമ്മസൂത്രത്തിൽ പറയുന്നു, അസ്വതന്ത്ര സ്ത്രീ പുരുഷപ്രധാനമാണ്. കണ്ടോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പുസ്തകമാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിലുണ്ടോ ഇല്ല. അസ്വതന്ത്ര സ്ത്രീ പുരുഷപ്രധാനമാണ്. പുരുഷനുള്ള പ്രാധാന്യം സ്ത്രീകൾ എന്തെങ്കിലുള്ളതാണ്. അസ്വതന്ത്രമാകുന്ന വസിഷ്ഠ ധർമ്മസൂത്രം മനസ്സിലേക്ക് മുമ്പേ എഴുതപ്പെട്ട പുസ്തകമാണ്. ഇതെങ്ങനെയാണ് നിലനിർത്തുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ മനുഷ്യന് കുറച്ച് അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഈ സ്ത്രീകളുടെ പ്രവർത്തിക്കുന്നത്. സമൂഹത്തിലെ സമത്വങ്ങളുടെ കേന്ദ്രമായി സ്ത്രീകളെ എങ്ങനെയാണ് ഗ്രാമീണ വിഷ നേതാക്കൾ മാറ്റിയെടുത്തിരിക്കുന്നത് എന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ്. അതിനുവേണ്ടി മനസ്സുദ്ധിയുടെ 5-ാം അധ്യായം സ്ത്രീധർമ്മം എന്ന് വിലക്ഷേപിക്കപ്പെടുന്ന ഭാഗം വായിക്കേണ്ടി സദാ പരീക്ഷയാ ഭാഗ്യം ഗൃഹകാര്യേഷു ദക്ഷയാ ഏതവസ്ഥയിൽ സ്ത്രീ സന്തുഷ്ടയും ഗൃഹഭരണത്തിൽ സമർത്ഥയുമായിരിക്കണം. പാപങ്ങളെല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. വരവിനനുസരിച്ച് ചെലവുകൾ നിയന്ത്രിച്ച് ചെയ്യണം. ഇതാണ് മനസ്സിൽ പറയുന്ന സ്ത്രീകളാണ്. ഏതവസ്ഥയിൽ സ്ത്രീ സന്തുഷ്ടരായിരിക്കണം. ഇന്ന് സ്ത്രീയോട് മൂർച്ചയ്ക്ക് വരാറില്ല. സ്ത്രീയോട് മൂർച്ചയ്ക്ക് വന്നാൽ വിധിക്കാൻ അവകാശമില്ല. അതുപോലെ തന്നെ വിഷമിക്കാൻ അവകാശമില്ല. ഏത് സമയത്ത് ആളുകൾ നോക്കുമ്പോൾ തിരിച്ചുകൊണ്ടിരിക്കണം പെണ്ണുങ്ങളെ. അതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ വേണമെന്നാണ് ഈ പറയുന്നത്. മനസ്സിലായി ഏതവസ്ഥയിലും സ്ത്രീ സന്തുഷ്ടയായിരിക്കണം. ഗൃഹഭരണത്തിൽ സമൃദ്ധമായിരിക്കണം. അനുസ്മൃതികളെ പറ്റി ബന്ധങ്ങളോ ഒരിക്കലും സ്ത്രീകൾക്ക് അഭിനയിക്കുകയാണെന്ന് ആഗ്രഹിച്ചിട്ടില്ല. സ്ത്രീകൾ അനുസരിച്ച് ഒരു കാലാവധി പറഞ്ഞിട്ടില്ല. 7 ദിവസം ഇത് വാങ്ങില്ല. പഴയ പുസ്തകം ഭാഗത്തിലാണ്. അതിലേക്ക് വരാം. ഒരു ശ്ലോകങ്ങളെ ഉദ്ദേശിക്കുക. അത് പറയുന്നത് എന്താണെന്ന് ആലോചിക്കണം. വളരെ പവിത്ര പുസ്തകമാണ്.
സ്ത്രീകളെ കാണുന്നത് വായിച്ചു നോക്കിയാൽ ഞണ്ടതാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഗൃഹഭരണം സമർത്ഥയായി സ്ത്രീയുടെ യോഗ്യതകളാണ് ഗൃഹഭരണത്തിന് സമർത്ഥയായിരിക്കണം. പാത്രോപകരണങ്ങളെല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അപ്പൊ ആണുങ്ങളുടെ കൈയോടെ മണം ഒഴിക്കുന്നത് അവർക്ക് ജോലി പാത്രം അവർ കഴിഞ്ഞാൽ ഒഴുക്കത്തിലുണ്ടോ അവർ കഴിയാനും പാത്രം ഒഴുകുന്നു. പക്ഷെ നമ്മൾ ശീലിച്ചിട്ടില്ല. അച്ഛൻ ഞാൻ വെള്ളം ചൂടാക്കി അച്ഛൻ ചൂടാക്കി വെള്ളം ചൂടാകാതിരിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ഈ വിശീലത്തിൽ കടക്കുക. വിശീലത്തോവ ഗുണയുമ പരിവർദ്ധിത ഉപജന്യസ്ത്രീയ സാധ്യ സതതം ദേവപതി. സാധാരണ ജീവിതങ്ങൾ പരിസ്ഥിതികളിൽ വിദ്യാർത്ഥികളുടെ ശീലമായാലും ഭർത്താവിന്റെ പതിവ്രതയായ ഭാര്യ ദേവനെ പോലെയാണ്. ഭർത്താവ് സാധാരണ ഭീകരനാണ്. പുസ്തകം കൊലപാതകം ആവർത്തിക്കാനും കളഞ്ഞ കൊലപാതക ഭാര്യമായി. അത് വിദ്യാർത്ഥിശൂന്യനാണ്. അറിവില്ലാത്ത വിവരപ്രബോധനായാലും ഭർത്താവിനെ പതിവ്രതയായ സ്ത്രീ എങ്ങനെ എഴുതണം? ദൈവത്തെ പോലെയായാലും. അതിന്റെ പ്രതീകമാണ് ഈ താലി എന്ന് പറയുന്ന സംഭവം, അല്ലേ? എന്താണ് ആണുങ്ങളുടെ അടുത്തും താഴെയില്ലല്ലോ. ആണുങ്ങൾക്ക് തിരിച്ച് കണ്ടുപറയാൻ പറ്റിയതെന്താ സംഭവിച്ചത്? ഇതിനാണ് സ്ത്രീകളെ കൊടുക്കുന്നത്. അവരുടെ വിശ്വാസങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. പുഷ്പമൂലഫലൈ ശുഭൈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്വമേധയാ പുഷ്പഫലമൂലങ്ങൾ ഭക്ഷിച്ച് ശരീരം ക്ഷീണിപ്പിക്കുന്നത് കൊള്ളാം. വ്യഭിചാര ചിന്തയാൽ പലരുടെ പേര് പറയരുത്. കൃഷി തോന്നിയപ്പോൾ എന്താണ് അതൊക്കെ ജീവിതം പറഞ്ഞു. അപ്പൊ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ രക്ഷ ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മളെ കിടക്കില്ല. ഇയാളെ ചത്താലും രക്ഷമാണ് കരുതുന്നത്. ചത്താലും രക്ഷയില്ല. അതാണ് നിർബന്ധിത വൈദഗ്ധ്യം. മനസ്സിൽ അടിച്ചേരി നിർബന്ധിത വൈദഗ്ധ്യം. അങ്ങനെ വിധവകളെ കണ്ടാൽ നമ്മളെ സംബന്ധിച്ച് വിധവകളെ കണ്ടാൽ കാണുന്നത് എന്താണ്? അശുഭമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹ വ്യവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു കോമഡി സ്റ്റാർ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ഏതോ ഒരു സ്ഥിതിയിൽ ഒരു പരിപാടി അവതരിപ്പിച്ചു. അത് വലിയ വൈറലായി. അപ്പൊ ഈ സ്ത്രീ ബോഡി പ്രദർശിപ്പിച്ചെന്ന് പറഞ്ഞ വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണമാണ്. അപ്പൊ സ്ത്രീയുടെ ശരീരത്തിന് മുകളിൽ അധികാരം പ്രവർത്തിക്കുന്ന ആരാണ്? പുരുഷനാണ് അധികാരം പ്രവർത്തിക്കുന്നത്. അവർക്ക് അവരുടെ ശരീരത്തിന് സ്വാതന്ത്ര്യം എടുക്കും. ഇതെവിടെ വരുന്നു? ഈ തോന്നൽ എവിടെ വരുന്നു? ഇപ്പൊ കല്യാണം കഴിയുന്നു, ഭർത്താവ് മരിച്ചിട്ടില്ലായിരിക്കും. പുരുഷനാണെങ്കിൽ 6 മാസങ്ങളാണ് കല്യാണം കഴിക്കുന്നത്. പെണ്ണുങ്ങളാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ പെണ്ണുങ്ങൾ ഉൾപ്പെടെ എന്തായിരിക്കും പറയുന്നത്? ആ പറയുന്ന വാദങ്ങളിലേക്ക് ഞാൻ കടന്നില്ല. നിങ്ങളോട് ഇല്ലാത്തോട് ചെന്നാൽ ബാക്ടോമെന്നായി പറയുന്നത്. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയിൽ സ്ത്രീ വിരുദ്ധത എവിടെയാണെന്ന് നോക്കിയാൽ അടിക്കളത്തോട്ടാണ് ഈ സ്ത്രീ വിരുദ്ധത എല്ലാം പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥലം തന്നെ അമ്പലത്തിലും ക്ഷേത്രത്തിൽ പോയാൽ എല്ലാം ദേവസ്വത്തിൽ പറയുന്നത് വീഡിയോകളാണ്. അപ്പൊ അതുകൊണ്ട് എവിടെ തന്നെ പരദൂഷണം പറയുന്നത് എന്നതിന് വളരെ വ്യക്തമായ കാരണം അത് ശ്രീകോവിലിന് മുമ്പിലുണ്ട്. രമണീശ്വരത്തിൽ പറയുന്നത് ശ്രീകോവിലിന് മുമ്പിലിരിക്കുന്നു. ഇത് കേട്ടിട്ടുള്ളതെന്ന് പറയുന്നു. അമ്പലത്തിൽ ചെല്ലുമ്പോൾ തൊഴാൻ മാത്രമല്ല പരദൂഷണം പറയാൻ ഇറക്കി വെച്ചിരിക്കുന്ന ഒരു ആശ്വാസം ഉണ്ടാകുന്നത്. അതിന്റെ കേന്ദ്രമാണ് ക്ഷേത്രമാണ്. അപ്പൊ നിർബന്ധിതമായ വൈദ്യുതി അടിച്ചേൽപ്പിക്കുക. എന്തിനാണ് നിർബന്ധിത വൈദ്യുതി അടിച്ചേൽപ്പിക്കുന്നത്? അതിനൊരു ഡോക്ടർ അംബേദ്കർ ജാതി പറയുന്ന പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മേൽ രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇപ്പം വൈദ്യുതി അടിച്ചേൽപ്പിക്കുന്നത് എന്ന് അംബേദ്കർ വിശദീകരിക്കുന്നത്. അംബേദ്കർ പറയുന്നു, ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് സ്ത്രീകൾക്ക് മേൽ നിർബന്ധിത വൈദ്യുതി അടിച്ചേൽപ്പിക്കുന്നത്. വിശദീകരിച്ചു പറഞ്ഞാൽ ഒരു ഗ്രാമ സമൂഹത്തിനുള്ളിൽ ഒരു പുരുഷൻ മരിച്ചെന്ന് വിചാരിക്കുക. ആ ഗ്രാമ സ്ത്രീ
മറ്റു വർണ്ണങ്ങളിൽപ്പെട്ട പുരുഷന്മാരെ പ്രാപിക്കാതിരിക്കാനാണ് ആ സ്ത്രീയെ മറ്റു വർണ്ണങ്ങളിൽപ്പെട്ടവർ വിവാഹം കഴിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിത വൈദ്യുതി അടിച്ചേൽപ്പിച്ചത്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ ഗോത്രത്തിനുള്ളിൽ ഒരു ബ്രാഹ്മണ പുരുഷൻ നയിക്കുകയും ബ്രാഹ്മണ സ്ത്രീ ഒഴിവായി ആ സാമൂഹ്യ കമ്മിറ്റി നിരവധി സംഭവിക്കും. ആ സ്ത്രീ സമൂഹത്തിലില്ല, എണ്ണത്തിൽ പ്രശ്നം സംഭവിക്കുക. അങ്ങനെ ഈ സ്ത്രീ പുലരോധമാർക്ക് വിച്ഛേദം സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയ്ക്ക് അലങ്കോലം സൃഷ്ടിക്കും. ജാതി വ്യവസ്ഥ ശാശ്വതമായി നിലനിർത്താനാണ് ബ്രാഹ്മണ പുരുഷ മേധാവിത്വം സ്ത്രീകളെ നിർബന്ധിത വൈദ്യുതി അടിച്ചേൽപ്പിച്ചത്. ഒരു ബ്രാഹ്മണ സ്ത്രീ മറ്റു ഭാഗങ്ങളിൽപ്പെട്ട ക്ഷത്രിയനായിട്ടോ വൈശ്യനായിട്ടോ ശൂദ്രനായിട്ടോ മറ്റിതര ഭാഗങ്ങളിൽപ്പെട്ട മറ്റു ജാതികളിൽപ്പെട്ടവരുമായിട്ട് കലരാതിരിക്കാനും മറ്റു ഭാഗങ്ങളിൽപ്പെട്ടവരുമായി വിവാഹമൊന്നും നടത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് നിർബന്ധിത വൈദ്യുതിയാണ് ബ്രാഹ്മണ പുരുഷ മേധാവിത്വം ഇന്ത്യൻ സമൂഹത്തെ അടിച്ചേൽപ്പിച്ചത്. അങ്ങനെ വരുന്ന സമൂഹം ജാതി സ്ഥാനം നിലനിൽക്കും. ആ ഗോത്രത്തിലെ ആ ഒരു ജാതിയുടെ സ്ത്രീ ആ ജാതിക്കുള്ളവരെ വിവാഹം കഴിച്ച് അങ്ങനെ നിലനിൽക്കും. അധികം വരുന്ന സ്ത്രീയെ സതി മുതലായ അനുഷ്ഠാനങ്ങൾ പിന്നീട് കഴിയുന്നു. സതി എന്ന് പറഞ്ഞ അനുഷ്ഠാനം എന്തിനാണ് ഉണ്ടായത്? അധികം വരുന്ന സവർണ സ്ത്രീകളെ തീയിട്ട് ചുറ്റുമല്ല ഉണ്ടാക്കിയ ബ്രാഹ്മണ്യത്തിലേക്ക് വിസാലമായ വ്യവസ്ഥ സതി എന്ന് പറയുന്നത്. സതി സതി ഉണ്ടായത് ജാതി വ്യവസ്ഥകളാണ്. നമ്മൾ സതി നിർത്തലാക്കി എന്തിനാണ് സതി നിലനിന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. സതി നിലനിന്നത് ജാതി വ്യവസ്ഥയുടെ വളർത്താനാണ് സതി നിലനിന്നത്. കാരണം സവർണ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ സവർണ സ്ത്രീ മറ്റാരെങ്കിലും വിവാഹം കഴിച്ച് ജാതിക്ക് കോട്ടം സൃഷ്ടിക്കുക. ജാതിക്ക് എങ്ങനെ കോട്ടം വരും? മറ്റ് ജാതികളിൽപ്പെട്ട പുരുഷന്മാരെ സവർണ സ്ത്രീകൾ വിവാഹം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ജാതി നെടുകപ്പിഴയും നെടുകപ്പിഴയാതിരിക്കാൻ വേണ്ടിയാണ് സവർണ സ്ത്രീകളെ ഈ തീ കുണ്ടത്തിൽ ചാടിച്ച് ബ്രാഹ്മണ പുരുഷ മേധാവിത്വം നിരന്തരം ഇരയാക്കിക്കൊണ്ടിരുന്നത്. നോക്കൂ, ആ സതിവൃത്തമായ സമയത്തും റോഡിലിറങ്ങിയ മുഴുവൻ സ്ത്രീകളൊന്നും മറന്നുപോകരുത്. സതിവൃത്തമാക്കി സതിവൃത്ത് വേണമെന്ന് പറഞ്ഞ് റോഡ് പറഞ്ഞാരാണ്? സ്ത്രീകൾ തന്നെ. ശബരിമല കലാപത്തിനൊക്കെ റോഡിലിറങ്ങിയ ആരാണ്? സ്ത്രീകൾ തന്നെ. നാട്ടിലൊക്കെ ഘോഷയാത്ര നൽകിയ പേരില്ല. ഇത്ര പീഡിതരായ സമയം കേരളം അറിയില്ല. ഇത്ര പീഡിതരായ സമയം. ഇങ്ങനെയാണ് നമ്മള് കഴിക്കുന്ന സഭയെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിർത്തുന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ട നിർബന്ധിത വൈദ്യുതിയിലൂടെയാണ്. 6 മാസം കഴിഞ്ഞ് ഭർത്താവ് വൈദ്യുതി ഭർത്താവ് വാക്കൊക്കെ എത്ര നീചമായ വാക്കെന്ന് പറയുന്നത് സത്യത്തിൽ വേറെ ഈ സമൂഹം ഉപേക്ഷിക്കേണ്ട ഒരു വാക്കാണ് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത്. ഭാഷ ഇത്രമാത്രം നികൃഷ്ടമായ ഹീനമായ സമത്വസ്വാതന്ത്ര്യ വിരുദ്ധമായി പടവേറുന്നു. ഭർത്താവ് കഴിക്കുന്നതാണ് ഭാര്യയെ. അപ്പൊ ജീവിത പങ്കാളി എന്ന് പറയുന്നത് സാമൂഹിക സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തേണ്ടതേ. പങ്കാളി എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വേറെ നമ്മൾ ഇപ്പോഴും പരിഗണിച്ചപ്പോഴത് നമുക്ക് വലിയ കെട്ടിടങ്ങളുണ്ട്, പുതിയ കോളേജുകളുണ്ട്, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഷർട്ടിടുന്നുണ്ട്, മൈക്കുണ്ട്, മൊബൈലുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോഴും 18ാം നൂറ്റാണ്ടിലെ മനസ്സുമായിട്ട് ജീവിക്കുന്നവരാണ് മലയാളികൾ. 18ാം നൂറ്റാണ്ടിലെ മനസ്സുമായി ജീവിക്കുന്നവരാണ് മലയാളികൾ. ഇതൊക്കെ അംഗീകരിച്ചേ പറ്റും. നമ്മൾ ചുരുക്കമായിടുന്നുണ്ട്, പക്ഷെ മനസ്സിന്റെ അകത്തെന്താണ്? മനസ്സിനകത്ത് കൂടുതൽ തന്ത്രത്തിനാണ് ഇരിക്കുന്നത്. ചുരുക്കാൻ പക്ഷെ മനസ്സിലെന്താണ്? കൂടുതൽ അന്തർജനം. അതെങ്ങനെ വിശദീകരിക്കുക? അപ്പൊ ചുരുക്കത്തിൽ ജാതി വ്യവസ്ഥയെ അടിച്ചിരിക്കുകയാണ്. ജാതി വ്യവസ്ഥ പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് മേൽ നിർബന്ധിത വൈദ്യുതി അടിച്ചേൽപ്പിച്ചത്. മൃദേവ സ്ത്രീ ബ്രഹ്മചര്യ വ്യവസ്ഥിത സ്വർഗം ഗച്ഛത്യർപ്പാദി യഥാർത്ഥേ ബ്രഹ്മചാരിണ. പതിവമായ സ്ത്രീ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് പുരുഷാന്തര സംസർഗമില്ലാതെ ബ്രഹ്മചര്യത്തിൽ ഉറച്ചു നിന്നാൽ പുത്രമില്ലെങ്കിലും ബ്രഹ്മചാരിയെ പോലെ സ്വർഗം പ്രാപിക്കും. ഓഫർ ഉണ്ടായി. ഓഫർ എന്താണ് ഓഫർ? ബ്രഹ്മചാരികളെ സ്വർഗം പ്രാപിക്കും. ആ സ്വർഗം വേണ്ടാന്ന് പറയാനാണെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ ധൈര്യമാണ് ആ ഓഫർ. ഈ ഓഫർ നമ്മൾ തയ്യാറാവണം.
ഇങ്ങനെ ഓഫറുകളിലൂടെ ബ്രാഹ്മണിയാണ് ഇത്തരം അപൂർവകഥകളിലൂടെയാണ് സ്ത്രീകളെ നിയന്ത്രിച്ച് നിലനിർത്തിയിരുന്നത്. പാടുപുറത്തെ കഥകളിലൂടെ നമ്മളെ നിയന്ത്രിച്ചിരുന്നത്. മനസ്സുകൂടി പറയുന്നു, ഞങ്ങളോട് പറഞ്ഞ പ്രജാസ്തി പരിഗ്രഹേ ഈ ലോകത്തിൽ പരപുരുഷനെ ഉത്പാദിപ്പിക്കപ്പെട്ടതും പരസ്ത്രീയെ ഉത്പാദിപ്പിക്കപ്പെട്ടതുമായ സന്താനം നിയമവിധേയമായ സന്താനമല്ല. പവിത്രതയായ സ്ത്രീ രണ്ടാമതൊരു ഭർത്താവ് ഒരു ശാസ്ത്രത്തിൽ വിധിക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ നൂറ്റാണ്ടുകളോളം നമ്പൂതിരി സ്ത്രീകളെ മാർക്കുടത്തുള്ളിലെ മഹാനരകത്തിൽ അകപ്പെടുത്തിയത് ഈ മനുസ്മൃതിയാണ്. ബ്രാഹ്മണ സ്ത്രീകളെ പോലെ മത്തി ചൊതുക്കിയ വ്യവസ്ഥയുടെ പേരാണ് ബ്രാഹ്മണ പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളുള്ള അവരെ വെച്ചിട്ട് നമ്മൾ ഈ കുറ്റം പറയേണ്ടതുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നു. ഇത് കുറച്ച് ബ്രാഹ്മണരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ബ്രാഹ്മണനെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ അംബേദ്കർ ബ്രാഹ്മണത്തെ നിർവചിക്കുന്നതാണ്. അംബേദ്കർ പറയുന്നില്ല സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്തുകളുടെ നിഷേധമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നു. സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഉന്നതമായ മാനവിക മൂല്യങ്ങളുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം. അതായത് ഭൂമിയുടെ കമ്പനിയുടെ കാര്യം മാത്രമല്ല, എന്നാൽ ഭൂമിയുടെ കമ്പനിയുടെ കാര്യം കൂടിയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരിപ്പോഴും ബ്രാഹ്മണരെ അവകാശപ്പെടുന്നു, മനുഷ്യരാണെന്നൊക്കെ അവകാശപ്പെടുന്നത്. ബ്രാഹ്മണരാണ് തരുന്നത് അത്രയും കാര്യത്തിൽ ഉപേക്ഷിക്കേണ്ട. പണ്ടേ ബ്രാഹ്മണ ക്ഷത്രിയുള്ള അവകാശം ഉപേക്ഷിക്കേണ്ടതാണ്. മനുഷ്യർ എന്ന് പറയുന്ന പ്രാഥമിക സമ്പർക്കത്തിൽ എത്തിയില്ല. പറഞ്ഞല്ലോ, മനുഷ്യത്വം പശുവിന് പശുത്വം തഥാ മനുഷ്യത്വം ജാതി. അതുപോലെ മനുഷ്യത്വമാണ് ജാതി. ഒരു പട്ടിക്ക് പട്ടികളെ തിരിച്ചറിയില്ല. പട്ടികളുടെ ബ്രാഹ്മണ പട്ടി, വൈശ്യപട്ടി, ശൂദ്രപട്ടി അങ്ങനെയുണ്ടോ? ഇല്ല. പാമ്പിന്റെ ഇടയിലുണ്ടോ ബ്രാഹ്മണ പാമ്പ്, ശൂദ്രപാമ്പ്? ഉണ്ടോ? കൊണ്ട് കഴിയും. നിങ്ങളുടെ പ്രശ്നമാർഗം എന്ന് പറയുന്ന ജ്യോതിഷ ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാൽ പ്രശ്നമാർഗത്തിൽ ബ്രാഹ്മണ സർപ്പവും വഴി സർപ്പവും ജീവസൻ പാപദേശമോ ഏകദേശമോ കേന്ദ്ര സംസ്ഥ സർപ്പം ഉത്തമാണ് എന്ന് പ്രശ്നമാർഗത്തിൽ പറയുന്നു. ഉദാഹരണം പറഞ്ഞാൽ മക്കളില്ലാതെ പ്രശ്നം നോക്കാൻ ജ്യോത്സ്യരെ പറ്റി എഴുതുക. ജ്യോത്സ്യർ അവിടെ നിൽക്കുമ്പോൾ വ്യാഴം ബാധയായിട്ട് കാണുന്നു. പറയും ജീവസനും പാപദേശവും ജീവൻ വ്യാഴം ബാധയായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് എന്താണ് സംഭവം? വേഗബുദ്ധിജീവവും സംസ്ഥ സർപ്പാണ് ഉത്തമാനം. ഉത്തമ സർപ്പങ്ങളുടെ കോപമുണ്ട്, ക്ഷയവും മരണവും ശത്രുദോഷയും. എന്താണ് പരിഹാരം? ബ്രഹ്മചര്യ മഹാശാലയത്തിൽ വിവിധ പറ്റുക, നൂറുകാലത്ത് പറ്റുക. ഈ അവസ്ഥയിലോട്ടാണ്. അപ്പൊ നമ്മൾ എന്തുമാത്രം ശാസ്ത്രീയ രീതിയിലേക്കും ആ രീതിയിലുള്ള വിചാരങ്ങളിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ അതിനെ ശൂന്യകരമാണെന്നേ പറയേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് സ്ലോകത്തിന്റെ അർത്ഥമുണ്ട്. ആ സ്ലോകം സൂചിപ്പിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഒരു പുരുഷനെ നിയന്ത്രിക്കപ്പെട്ട അവർക്ക് വേണ്ടി ജീവിതകാലം പണിയെടുക്കേണ്ട സ്ത്രീ ശരീരത്തെ ബ്രാഹ്മണ്യം സങ്കല്പിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലോട്ട് പറയുന്നു, പതിവിത്വാമർഷം സുഹൃഷ്ടം ഞാൻ നിഷേധേ നിത്യവസാഭവേ പരപൂർവ്വേത് ചോദിച്ചത് ജാത്യാദ്യാദി അപകൃഷ്ടമായ സ്വഭാവത്തെ ഉപേക്ഷിച്ച് ഉത്കൃഷ്ടതയെ ആശ്രയിക്കുമ്പോൾ ലോകത്തിൽ അവൾ നിരുദ്ധിതയായി തീരും. ചിന്തിട്ട് വായിക്കേണ്ട വാചകം. ജാത്യാദിയാൽ അപകൃഷ്ടമായ സ്വഭാവത്തെ ഉപേക്ഷിച്ച് ഉത്കൃഷ്ടതയെ ആശ്രയിക്കുന്ന ലോകത്തിൽ നിരുദ്ധിതയായി തീരും. അവളെ പരപൂർവ എന്ന് വിളിക്കപ്പെടും. മനുസ്മൃതി മനസ്സിൽ ജീവിക്കുമ്പോൾ ഞാൻ പറയുക എന്താണ്? ഈ ലോകം നമ്മുടെ സമൂഹത്തിൽ മാറിയിട്ടുണ്ടോ? സ്വന്തം ജാതിയിൽപ്പെട്ടവരെ അല്ലാതെ മറ്റേ പുറത്തുള്ളവരെ കഴിക്കുമോ? കഴിക്കുന്നവരാണോ? എല്ലാവരും 916 മാർക്സിസ്റ്റുകൾ 916 പുരാതന കാര്യങ്ങളുമാണ്. പക്ഷെ മനുസ്മൃതി അനുസരിച്ചാണ് മാർക്സിസ്റ്റുകൾ ജീവിക്കുന്നത്.
അപ്പൊ നമ്മുടെ പുരോഗമനമുള്ളതുകൊണ്ട് നമ്മുടെ പുരോഗമനം കല്യാണത്തിന്റെ പഴയ ദിവസം വരെ കല്യാണം ആലോചിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ പരിചാസ്തികരായി തന്റെ വിവാഹം പഠിച്ചുള്ള എല്ലാ സൗഹൃദങ്ങളിലും തനി വലിയ മാസിനെ കഴിയുന്ന വിപ്ലവകാരികൾ മാസിനെ കഴിയുന്ന വിപ്ലവകാരികളായിട്ട് നമ്മൾ കാണാം. പക്ഷെ വിവാഹത്തിന്റെ കാര്യം വരുമ്പോൾ തനിജാതിവാദികളായ മനസ്കൃതി ഉയർത്തിപ്പിടിക്കുന്നവരായിട്ടും നമ്മൾ ജീവിക്കുന്നതാണ്. ഇതാണ് മലയാളി ദ്വന്ദ്വജീവിതമായിരുന്നു. അത്തരം ദ്വന്ദ്വജീവിതം നയിക്കുന്ന മലയാളി എങ്ങനെ വിളിക്കുന്ന പേരാണ് പുറമേ മാസം അകമേ പൂന്താനകൾ. പുറമേ മാസം അകമേ പൂന്താനകൾ. പുറത്ത് ചുവന്ന കൊടിയാണ്, പക്ഷെ അകത്ത് നല്ല ഭൂമിയിൽ ഒന്നാം തരം നമ്പൂതിരിസമാണ് മലയാളത്തിലൂടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉയർത്തമായിട്ട് ഇങ്ങനെ നിൽക്കും പ്രസാദം വാങ്ങിക്കാൻ. ഇല്ലേ? ലജ്ജയില്ലാതെ ഈ നമ്പൂതിരി ദേവാലയത്തിലെ മുമ്പിൽ ഇന്ത്യൻ തുല്യത നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ ലജ്ജയില്ലാതെ പൂമിട്ട നമ്പൂതിരിമാരുടെ മുമ്പിൽ ലജ്ജയില്ലാതെ നിൽക്കുന്നവരാണ് മലയാളികൾ. സമത്വം ഇപ്പോഴും പഠിച്ചിട്ടില്ല, തുല്യതയില്ല. ഉണ്ടോ? തുല്യതയില്ല. സമൂഹത്തിലാണോ തുല്യത? ക്ഷേത്രങ്ങൾക്ക് പുറത്താ തുല്യത, ക്ഷേത്രങ്ങൾക്ക് അത് തുല്യത കണ്ടോ? ക്ഷേത്രത്തിനുള്ള തുല്യത, ക്ഷേത്രത്തിന് തുല്യതയില്ല. ഈ വൈക്കം ക്ഷേത്രം ഒരുപാട് സത്യാഗ്രഹം സ്ഥലത്തല്ലേ വൈക്കം? വൈക്കം ക്ഷേത്രത്തിൽ നമുക്ക് തുല്യത ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് തുല്യതയില്ലാത്തത്? ഇപ്പോഴും ഒരു പൂർണ്ണ ബ്രാഹ്മണൻ മാത്രമേ ശ്രീകോവിനുള്ളിൽ പ്രവേശനമുള്ളൂ. പൂർണ്ണമില്ലാത്ത ഒരു മനുഷ്യർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. നീരാജൻ ദളിതനുള്ള പൂജ പഠിച്ചത് ആരാണ് സാധിക്കാറുണ്ട്. പക്ഷെ വൈദ്യുതി പൂജിക്കാൻ പുരോഗമനം കഴിയുമ്പോൾ അത് തന്നെ വേണം, നമ്പൂതിരി തന്നെ വേണം. നമ്മുടെ പുരോഗമനം അവിടെ പോയി പുരോഗമനം ഓഫീസാണ് അതിനെ ലഭിച്ചു. ഇതാണ് മലയാളി എന്ന് പറഞ്ഞത്. മലയാളി ഇടത്ത ജീവിതം നയിക്കുന്നവരാണ്. ഈ യാഥാർത്ഥ്യം ഒന്ന് അംഗീകരിച്ച പറ്റി പലർക്കും ഇഷ്ടപ്പെടത്തില്ല. ശരിയാണ്, യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണോ? നികൃതം ഉദാഹരണം പറയുന്നത് യാഥാർത്ഥ്യങ്ങൾക്ക് നികൃതം മുഖമാണ്. പക്ഷെ ആ യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിച്ച പറ്റി ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതിനെ സംബന്ധിച്ച് വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ജാത്യാദിയെ ആശ്രയിക്കുന്ന മനസ്സിൽ പലപൂർവ്വമാണ്. അങ്ങനെ വിളിക്കുന്നത് കാരണം എന്താണ്? ഒരു സ്ത്രീ സ്വന്തം ജാതിയിൽ നിന്നല്ലാതെ മറ്റു ജാതിയിൽ നിന്നും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ആയിരത്താണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട മനുഷ്യന്റെ നിയമം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മാതൃഭൂമിയിലും മനോരമയിലെയും വിവാഹ പരസ്യങ്ങൾ. അല്ലേ? അതെ, നായ സ്ത്രീ 39 വയസ്സ് പരസ്യത്തിന്റെ ആമതിനാണല്ലോ പറഞ്ഞത്. അല്ലേ? പാത്രം ചോദിച്ചാൽ മതി. അപ്പൊ മണി പറഞ്ഞ ജാതി നിയമം, ആ ജാതി നിയമത്തിൽ ഇവിടെ സ്ത്രീകളെ എങ്ങനെ നോക്കുന്നു? സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വിവാഹം കഴിക്കാൻ പോലും പറ്റത്തില്ല. സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ജീവിക്കാൻ കഴിയത്തില്ല. ജാതി നോക്കാൻ സമ്മതിക്കത്തില്ല. ഈ പറഞ്ഞ രീതിയിൽ ജാതി വിശ്വാസം പൂർണ്ണമായിട്ടും കഴിയാൻ കഴിയുകയില്ല. ജാതി എന്നാണ് അനുവദിക്കുന്നത്, അതിനെ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ പറഞ്ഞത്, വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ ഒരു തലയിൽ വീട് ചുമന്ന നാട്ടിൽ പറയുന്നു. വിവാഹം എങ്ങനെ വേണമെന്ന് തന്നെ പറയുന്നു. ശൂദ്രൈവ ഭാര്യ ശൂദ്രസ്യ സാധ്യസ്വാമ വിശ്വസ്മുതേ തേജസ്വാമ താശ്ച സാധ്യാത്മജന്മനാണ്. ശൂദ്രന് ശൂദ്ര സ്ത്രീ തന്നെയാണ് ഭാര്യ, വൈശ്യന് ശൂദ്രനും വൈശ്യമാകാം, ക്ഷത്രിയന് ശൂദ്രയും വൈശ്യയും ക്ഷത്രിയയും പോകാം, വിപ്രന് സജാതി മാത്രമല്ല മറ്റു ജാതിക്കാരുമാകാം. വിപ്രന് എല്ലാവരും കഴിയാത്തില്ല. പക്ഷെ അടുത്ത കാര്യമായിരിക്കണം, ബ്രാഹ്മണ സ്ത്രീ തന്നെ ആയിരിക്കണം സത്രത്തിൽ പറയുന്നു. അപ്പൊ ജാതിക്ക് നിന്നൊരു വ്യവസ്ഥ മലപ്പുറം അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തം മകളെ പിതാവ് കുത്തിക്കൊണ്ടു. എന്തിനാണ് കുത്തിക്കൊണ്ടത്? കേരളത്തിലല്ലേ സംഭവം. എന്തിനാണ് സ്വന്തം പിതാവ് കടത്തി വെച്ച് മകളെ കുത്തിക്കൊണ്ടത്? തന്റെ മകൾ ഒരു ദളിതരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞിട്ടാണ് പിതാവ് എന്ത് ചെയ്തത്? സ്വന്തം മകളെ കത്തിയോട് കുത്തിക്കൊണ്ടു. ആ പയ്യൻ ദളിതനാണ്. ആ പയ്യൻ എന്തുണ്ട്? ഗവൺമെന്റ് ജോലിയുണ്ട്, പട്ടാളത്തിൽ ഉദ്യോഗത്തിലാണ്. ഏത് ഉദാഹരണ ഉദ്യോഗം ഉണ്ടെങ്കിലും
മലയാളിയുടെ മനസ്സിൽ ആദ്യം പ്രവർത്തിക്കുന്ന എന്താണ്? രാഷ്ട്രീയം. അതുകൊണ്ടാണ് പിതാവ് വളർത്തി വലുതാക്കിക്കൊണ്ട് പോകുന്ന മകളെ പോലും കൊല്ലാൻ തയ്യാറായത്. ആ പിതാവിനെ നിയന്ത്രിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് രാമന്റെ പുരുഷാനുഗ്രഹത്തിന്റെ വ്യവസ്ഥയാണ്. അപ്പൊ മകളോടല്ല സ്നേഹം, രാമനെ എന്ന് പറയുന്ന ആശാവരിയോടാണ് ആ പിതാവിന് സ്നേഹവും താല്പര്യവും. ഇതിൽ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ നിരന്തരം കലങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ചർച്ചയിലേക്ക് ഞാൻ കടന്നു. അത് പ്രത്യേകം പ്രബന്ധമായിട്ട് അവതരിപ്പിക്കേണ്ട വിഷയം. ഗ്രാമനക്ഷത്രിയോ യാവദ്യനിഷ്ടതോഹോ കസ്മിശ്ചിതവൃത്തന്റെ ശൂദ്ര ഭാര്യോപദിശ്യതി. വിവാഹത്തിനായിരിക്കുന്ന ബ്രാഹ്മണനും ക്ഷത്രിയനും സദാവിൽ കന്യയെ ലഭിച്ചിട്ടെങ്കിൽ പോലും യാതൊരു തരത്തിലും ശൂദ്രസ്ത്രീയെ ഭാര്യയാക്കാൻ പാടില്ല. ബ്രാഹ്മണ ക്ഷത്രിയനും ഒരിക്കലും ഒരു ശൂദ്രസ്ത്രീയെ ആദ്യത ഭാര്യയാക്കാൻ പാടില്ല. അത് കേരളത്തിലെ നമ്പൂതിരിമാർ കൃത്യമായി പരിപാലിച്ചിരുന്നു. മൂത്തപുത്രന് മാത്രം പാടുന്നതായിരുന്നു. ബാക്കി സമുദ്രങ്ങളെല്ലാം ശൂദ്രഗ്രഹത്തിൽ സാമൂഹികമായിട്ട് നടക്കുകയായിരുന്നു. കേരളത്തിലെ നായർ ജീവിതത്തെ നൂറ്റാണ്ടുകളോളം അപകടപ്പെടുത്തി നിഷ്ഠമാക്കിയത് ഈ മനുസ്മൃതിയുടെ വ്യവസ്ഥയാണ്. ഈ മനുസ്മൃതിയുടെ വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് ചട്ടവിശ്വാമിക്ക് പോലും രംഗത്ത് വന്നത് എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. ഒരു ജനസമൂഹത്തെ തങ്ങളുടെ ലൈംഗിക പ്രബോധനത്തിനുള്ള വസ്തുവായി കേരളീയ ബ്രാഹ്മണ മാറ്റിയെടുത്ത് നിലനിർത്തുന്നതാണ്. ശേഷം മോഹനിമിത്തം ശുദ്ധസ്ത്രീയെ വിവാഹം ചെയ്യുന്ന ബ്രാഹ്മണ വൈശ്യർ അതിലുണ്ടാകുന്ന സന്താനങ്ങളെയും സ്വന്തം കുലങ്ങളെയും ശൂദ്രവിലമാക്കി തീർക്കുന്നു. നിഷ്ഠമായ ഭാവനയാണ് നോക്കുന്നത്. ഒരു ബ്രാഹ്മണ ക്ഷത്രിയ ഒരു ശൂദ്രസ്ത്രീയെ വിവാഹം കഴിച്ചാൽ അത് നാട്ടിലുണ്ടായാൽ ആ ബ്രാഹ്മണ മനുഷ്യൻ സ്വന്തം കുലത്തെ അശുദ്ധമാക്കുന്നതിനായി മാറ്റി പറഞ്ഞത് മനസ്സിൽ പറഞ്ഞു. ചട്ടവിസ്വാമി അദ്ദേഹത്തിന് 50 ശൂദ്രസ്ത്രീ എല്ലാവരും ബ്രാഹ്മണനായി. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ട അവസരത്തിൽ പോലും സ്വന്തം പിതാവിനെ കാണാൻ ചട്ടവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് നാട്ടുകാരിൽ ആ നാട്ടുകാരുണ്ടായ എത്രയോ സന്താനങ്ങൾക്ക് ആ പാരമ്പര്യ ബുദ്ധമായ ഗ്രാമീണം സ്വന്തം പിതാവിനെ കാണാൻ കഴിയാതെ അകലത്തിന്റെ സാമൂഹിക സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വ്യവസ്ഥ സൃഷ്ടിച്ചത് ഇന്ത്യൻ ഗ്രാമീണമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ശൂദ്രാവേദി ബ്രാഹ്മൺ പതിതനാവും സമൂഹമാകും വിവാഹം കഴിക്കാൻ പാടില്ല. അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ആവാം, പക്ഷേ വിവാഹം കഴിക്കാൻ. അപ്പൊ ഇന്ത്യൻ ഗ്രാമീണ കാപട്യം എത്രമാത്രം ഭീകരമായ കാപട്യമാണ്. ഈ ബുദ്ധമാണ് 27 ഡോക്ടറിയാക്കിയത്. എഴുതി ഏതൊരു നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു മാത്രം നിഷേധിക്കുന്ന വേദശാസ്ത്രങ്ങളും ദൈനംദിന തകർന്നാണ് കഴിയുന്നത്. കാരണം എന്താണ്? ഇത്രമാത്രം സ്ത്രീയുടെ പുസ്തകം വേദശാസ്ത്രങ്ങളും പുരാണങ്ങളും അത്രമാത്രം സ്ത്രീയുദ്ധമാണ്. ബോംബ് വായിക്കുന്ന പുസ്തകമാണ്. ശൂദ്രസ്ത്രീയോടൊപ്പം ശയിക്കുന്ന ബ്രാഹ്മണൻ നരകത്തെ പ്രാപിക്കുമെന്ന് മനസ്സിൽ എഴുതി. ഞാനത് പറയുന്നത് ഇത് പറയാൻ കാരണമാണ് ജാതി സ്ത്രീയുടെ വിവാഹം നിലനിർത്തി ജാതിയോടത്തെ സ്ത്രീകളുടെ കുട്ടി ഉറപ്പിച്ചു. അങ്ങനെ സ്ത്രീകൾക്കിടയിൽ അസമത്വം സൃഷ്ടിക്കുകയും സ്ത്രീയെ ജാതിയോടൊക്കെ നിലനിർത്താനുള്ള ഉപകരണങ്ങൾ ഇന്ത്യൻ ഗ്രാമത്തിൽ മാറ്റിവെക്കുന്നതാണ്. ഇപ്പോൾ സ്ത്രീ വ്യത്യാസമില്ല. ശാന്തസ്വാമി എന്ന് പറയുന്ന മറ്റൊരു കേരളീയ ഗ്രന്ഥമാണ്. കേരളത്തിന്റെ പ്രാചീന ഭാരതത്തിലാണ് ഈ ശാന്തസ്മൃതിയെ വിശേഷിപ്പിക്കുന്നത്. ശങ്കരാചാര്യ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥമാണ്. അത് പറയേ ഭർത്താവുന്നതിന് മുമ്പോ ഭർത്താവിന് ലഭിച്ച ഉള്ളത് പത്നി ഭർത്താവുണ്ടായി തന്നെ ഉള്ളണം. ഭർത്താവ് ഭർത്താവിനെ ലഭിച്ച ഉള്ളത് പത്നി 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 ഭർത്താവിനെ ലഭിച്ച ഉള്ളത്
സ്ത്രീകളല്ല വേണ്ടത്, ഭർത്താവ് ചോറ് കഴിക്കുമ്പോൾ ചേട്ടനാണ് ചേട്ടൻ കഴിച്ചു. ഈ നിലക്കാണ് ശാന്തസ്മൃതി കാണിക്കുന്നത്. തന്നെയല്ല ഭർത്താവ് ഉണ്ടോ ആത്മഹത്യത്തിന് വേണം ആരുണ്ടാൻ സ്ത്രീകൾ ഉണ്ടാൻ. പത്തി പതിവാനിന്റെ മോശം യർമ്മം പതി. ഭർത്താവിന് വിരോധമായ ഒരു വാക്ക് പോലും പറയണ്ട, ചേട്ടന് വിരോധമായ ഒരു വാക്ക് പോലും ഉണ്ടാകാറില്ല. ഭർത്താവിന്റെ കണ്ണിരിക്കാനുള്ള തീർത്ഥമാണ്. പ്രേമം നടത്തുന്ന പൂതികളാകും ഭാര്യ കേട്ടിട്ടുണ്ടാവും. തിരിച്ചെന്താ ഒരുപാട് ആലോചിക്കാവുന്നത്. സ്ത്രീകൾ ജോലി ചെയ്ത് വരുമ്പോൾ വീടിന്റെ വാതിൽ ചായയുമായി നിൽക്കുന്ന ഒരു പുരുഷനെ സങ്കല്പിക്കാൻ കഴിയാറുണ്ടാവും. എന്താ സങ്കല്പിക്കാൻ കഴിയാറുള്ളത്? പൂർണ്ണവാദത്തിന് പ്രേമം നടത്തുന്ന സങ്കല്പം ചേരനാണെന്റെ സ്വർഗം എന്നൊരു പാട്ടുണ്ടാകത്ത് എന്തുകൊണ്ടാണ് കൊണ്ടാകത്തില്ല. കാരണം എന്താണ്? നമ്മുടെ സമൂഹം മാത്രമേ സ്ത്രീയുദ്ധമായ സമൂഹമാണ്. ചേട്ടന് കാപ്പിയുമായി എടുത്തതിനെ പറ്റി ചിന്തിക്കാൻ അശ്രദ്ധയായി. ചേട്ടനെ ഇരിക്കാൻ എന്താ ചേട്ടൻ്റെ കാര്യത്തിൽ ഒരു വളരെയില്ല. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ അത്രമേൽ ഈ ഗ്രാമത്തിന്റെ വിഷാദം നമ്മൾ ഉള്ളിൽ കിടക്കുക. അവര് കണ്ടൊക്കെ അറിയട്ടെ, അവരും അറിയാൻ അറിയട്ടെ, അവര് സംഭാവനട്ടെ. അങ്ങനത്തെ സമൂഹത്തിൽ ഉയർന്നുള്ളത് ഈ ശാന്തസ്മൃതിക്ക് PC പരമേശ്വരൻ ഒരു ഭാഷാ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നു, സ്ത്രീകളോട് ക്രമേണ വിവേകശൂന്യമാണെന്ന് പറയുന്നതില്ലല്ലോ. ഗൃഹസ്ഥർ എത്ര തന്നെ സിദ്ധാന്തം കൂടാതെ പ്രവർത്തിച്ചാലും സ്ത്രീകൾ എപ്പോഴും കലഹത്തിന് കൂട്ടിക്കൊണ്ടിരിക്കും. അതിനാൽ ഇവൻ ഏത് സമയവും സ്വീകരണമില്ലാതെ ആയിരിക്കും. ശാന്തസ്മൃതിക്ക് ഭാഷാ വ്യാഖ്യാനം PC പരമേശ്വരൻ എഴുതിയ വരികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ത്രീകൾ പ്രണയേന എന്നുവെച്ചാൽ എപ്പോഴും സ്ത്രീകൾ അങ്ങനെയുള്ളവരാണ്, വിവേകശൂന്യകളാണ്. വിവരമില്ലാതെ പറഞ്ഞത് ഗൃഹസ്ഥർ എത്ര സിദ്ധാന്തം കൂടാതെ പ്രവർത്തിച്ചാല്, ആണുങ്ങൾ എത്ര സിദ്ധാന്തം കൂടാതെ പ്രവർത്തിച്ചാല് അവരെപ്പോഴും കലഹത്തിന് കൂട്ടിക്കൊണ്ടിരിക്കും. പഴഞ്ചൊല്ലുള്ള സ്ത്രീവിരുദ്ധമായ പഠനമില്ല. കനകം മൂലം കാമുകി മൂലം പാചകയാവും. കലഹം പലതും സുലഭം എന്നാണ് പറയുന്നത്. സത്യത്തിൽ കലഹം ഉണ്ടാകുന്ന കേരളം സൃഷ്ടിക്കുന്ന പുരുഷന്മാരോട് പക്ഷെ അവർ ഇത്ര ആർക്കും വരെ വെച്ചിരിക്കുകയാണ്, സ്ത്രീകളെ വരെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അതിദൂരമുള്ള നദിയിൽ സ്നാനത്തിന് പോകരുത് സ്ത്രീകൾ. സ്ത്രീകളുടെ വേദോച്ചാരണം പാടില്ല. PC പരമേശ്വരൻ എഴുതാണ് അധികമായ വിദ്യാഭ്യാസം ആവശ്യമില്ല സ്ത്രീകളോട്. പക്ഷെ ശബരിമല കലാപത്തിലാണ് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. MA കെമിസ്ട്രി പാസ്സായതിൽ ശബരിമലയിൽ സുപ്രീം കോടതിയിലെ സ്ത്രീ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനെതിരായി തോന്നുന്നതാണ്. സ്ത്രീകളെ പാട്ട് പാടുകയും കളിക്കുകയും ചെയ്തത് കൂടി ശാന്തസ്മൃതമായിരുന്നു. വേറെ കാര്യങ്ങൾ പറയുന്നത് രഹസ്യം ധർമ്മം അധ്യായം 12 തൃതീയ പാപം. ആർക്കുള്ള സമയത്ത് സ്ത്രീകൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുകൂടി ശാന്തസ്മൃതി പറയുന്നു. എന്നാൽ ബ്രാഹ്മണ ചേർന്ന് എഴുതി വെച്ചിരിക്കുന്നത്, ബ്രാഹ്മണ പുരുഷനൊക്കെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ശ്ലോകം ചെയ്യുന്നില്ല, ആവശ്യമില്ല. അതുകൊണ്ട് ആശ്രയം മാത്രം പറയും. പല്ല് ചെയ്യുന്നതുമായി കണ്ണു വെച്ച് കുടിക്കുകയും കണ്ണെടുക്കുകയും ചെയ്യാൻ പാടില്ല. ഇൻസ്ട്രക്ഷൻ വീട്ടിൽ എത്തിക്കാൻ പാടില്ല. കണ്ണെഴുതുന്നത് തൊട്ടുകൊടുത്ത് പല്ല് ചെയ്തിട്ട് കുടിക്കരുത്. തന്നെ ജലപാത്രം കഴിച്ച് മറ്റൊന്നും തൊട്ടുകൂടാ. മുഖം വെക്കുന്ന തന്നെ മുഖ്യ വഴി മറ്റാരെയും തുടരരുത്. ഭക്ഷണം തന്നെ ഉപേക്ഷിക്കണം. സന്ധ്യാസമയത്ത് വെളിയിൽ ചെന്നിരിക്കരുത്. ദൂരയാത്ര ചെയ്യരുത്. പൂവ് ചൂടരുത്. ഇലയിൽ ഉള്ളരുത്. ഇന്ത്യൻ ചിന്തയില്ല. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ നിയമം. ഈ സ്ത്രീകളാണ് എങ്ങനെ നമ്മൾ നാമജപങ്ങളുടെ സ്വാംശീകരിക്കുന്നതോട് നമ്മളെ ബോധ്യപ്പെടും. അത് ഈ കർക്കടകമാസത്തിൽ വായിക്കുന്ന പുസ്തകത്തിന്റെ പേരെന്താണ്? രാമായണം. അധ്യാത്മ രാമായണം അയോധ്യാകാരം. അക്ഷരം അത്
ഈണത്തിൽ വായിക്കുക സന്ധ്യയ്ക്ക് അനുതിരിയിട്ട് വളർന്നു വളർത്തി വെച്ച് തപ്പോടുകൾ ചന്ദനത്തിൽ തെറ്റിലെ വാസനത്തിൽ വായിക്കുക അച്ഛനെന്തോ ഇച്ഛ എന്നാണ് അതിൽ അച്ഛൻ എന്താണോ ഇച്ഛ ആ ഇച്ഛ തന്നെയാണ് തന്റെ ഇച്ഛ എന്ന അമ്മ തന്റെ മനസ്സിൽ തീരുമാനിക്കുന്നു. അച്ഛന്റെ ഇച്ഛയാണ് നമ്മുടെ ഇച്ഛ, അമ്മയുടെ ഇച്ഛ. അമ്മക്ക് മുമ്പ് ഇച്ഛ വേണ്ടതുണ്ടോ? ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് പാടുവിട്ട് കാരണം. ഇതാണ് സ്ത്രീകളുടെ. ഈ പുസ്തകം കാലാത്മക പുസ്തകമാണ് അല്ലേ? ഈ പുസ്തകം 2024-25 സന്ധ്യയ്ക്ക് വളർന്നു കൊടുക്കുന്ന പുസ്തകം, സ്ത്രീകൾ വായിക്കുന്ന പുസ്തകം. സ്ത്രീകൾ തന്നെ സന്ധ്യയ്ക്ക് വളർന്നു കൊടുത്തു വെച്ച് 30 ദിവസം വായനയായി. അതാണ് സെക്കൻഡ് സെക്ഷൻ തുടങ്ങുന്നത്. സിനോണിക്കുകളെ വായിക്കാനുള്ള യോഗ്യതയായിട്ട് പോലും നമ്മള് മലയാളികൾ എത്തിയിട്ടില്ല. സിനോണിക്കുകളെ വായിക്കുന്നത് എന്തിനാണ്? ഈ രാമനായനെ ഉപേക്ഷിക്കാതെ സിനോണിക്കുകളുടെ പേര് പറയാൻ പോലും നമ്മൾ യോഗ്യതല്ല. സിനോണിക്കുകളെ എത്തണ്ടേ? അതൊക്കെ ആശയാവിഷ്കാരം സൃഷ്ടിക്കണ്ടേ? ആ ആശയാവിഷ്കാരം ഇപ്പോഴും നമുക്ക് ഇല്ലാന്നുള്ളതാണ് യാഥാർത്ഥ്യം. സീതയുടെ വാക്കുകളുണ്ട്. സന്തതം വാണിടുന്നെ വല്ലഭോച്ചിഷ്ടം എന്റെ ഉച്ചിഷ്ടമാണ് എന്റെ അമൃതം. ചേട്ടൻ നിന്നെ ഉച്ചിഷ്ടാണ് എന്റെ അമൃതം. ആകാ അല്ലയോ രാമൻ, നീ നിന്റെ ധർമ്മത്തിന് എനിക്ക് നീയല്ലാതല്ലോ വ്യാപാരം. നിന്റെ പാദ ശുശ്രൂഷ, നിന്റെ കാലിട്ടലാണ് എന്റെ പണി. നിന്റെ കാലിക്കാലത്ത് തന്നെ ജനിച്ചവനാണ്. ഇങ്ങനെയാണ് ശ്രീരാം രാമചന്ദ്രൻ പറയുന്നത്. ഇതാണ് നമ്മൾ സന്ധ്യയിൽ വായിക്കുന്നത്. എഴുത്തച്ഛന്റെ സംഭവം നോക്കി പറയില്ലേ? സ്വാതന്ത്ര്യം നായിമാരില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു. അങ്ങനെ ചൊല്ലി നമ്മളായിരുന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആരാണ് പറയുന്നത്? മഹാഭാരതം, എഴുത്തച്ഛന്റെ മഹാഭാരതത്തിൽ പാട്ട് സംഭവത്തിൽ പറയുന്നതാണ്. സ്വാതന്ത്ര്യം ചൊല്ലിയിടുന്നു. രക്ഷിക്കണം ബഹുമാനവയസ്സികൾ, ഭർത്താവ് രക്ഷിക്കണം വാർദ്ധക്യവയസ്സികൾ. ഈ വരി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ വരി നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ മനുസ്മൃതി. അപ്പൊ മനുസ്മൃതി നൂറ്റാണ്ടുകൾക്ക് പറഞ്ഞ കാര്യം എഴുത്തച്ഛൻ 18-ാം നൂറ്റാണ്ട് ഉദ്ധരിക്കുകയാണ്. താൻ രക്ഷിക്കണം ബഹുമാനവയസ്സികൾ. ചെറുപ്പക്കാരിയെ അച്ഛൻ രക്ഷിക്കണം, യുവജനത്തിൽ ഭർത്താവ് രക്ഷിക്കണം എന്നൊക്കെയാണ്. ഇങ്ങനെ ലോകം മൂർഖനായും ഭർത്താമാരിമാർക്കെല്ലാം ദൈവമാണ്. നിങ്ങൾക്ക് നല്ലതുപോലെ എന്ത് വേണം? ഭർത്താവിനെ ശുശ്രൂഷിക്കുക. അതിലും പ്രതിപദമാകും കുലസ്ത്രീയുടെ ധർമ്മം എന്താണ്? ഭർത്താവിനെ ശുശ്രൂഷിക്കുക. കുലസ്ത്രീ ഗതിയും വരും സൗഖ്യവും വരും പതുശുശ്രൂഷണം കൊണ്ടു ചൊല്ലുക. മോശം കിട്ടും ആ സ്ത്രീകളുടെ ആരെ ശുശ്രൂഷിച്ചാൽ, ആണുങ്ങളെ ജീവിതകാലത്തുള്ള ശുശ്രൂഷിച്ചാൽ സ്ത്രീകൾക്ക് മോശം. സ്ത്രീകളുടെ ധർമ്മം എന്താണെന്ന് കൂടി ഭാരതപദത്തിലാണ് പറയുന്നത്. അത് മറ്റൊരു പുസ്തകമാണ്. 7 ദിവസം വായിക്കുന്ന പുസ്തകമാണ്, സപ്താഹത്തിൽ വായിക്കുന്ന പുസ്തകമാണ്. അതിൽ സ്ത്രീകളുടെ രാമായണം എത്രമാണെന്ന് ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. 10 ലക്ഷം വാക്കം അടക്കം സത്യം പ്രേമം ശുശ്രൂഷ. സ്ത്രീകളുടെ ധർമ്മം ഭാഗവതം പറയുക 10 ലക്ഷം ജനം കാണപ്പോൾ വീടെപ്പോഴും മനോഹരമാക്കിയിട്ടുണ്ട്.
നിത്യ ഉപകരണങ്ങളോട് പറഞ്ഞു പൈലറ്റാകുന്ന നാസയുടെ നാസ വഴി ചൊവ്വയിൽ പാകാൻ എന്നല്ല പറയുന്നത്. ലോകത്തിലെ സ്ത്രീകള് ചൊവ്വയിലെ പര്യവേഷണം നടത്തുമ്പോൾ ചൊവ്വയിലെ മേടിച്ച് കഴിയുന്നതാണ് മലയാളികൾ അല്ലേ. ലോകത്തിലെ വലിയ ഭാഗങ്ങളിലുള്ള മനുഷ്യർ ചൊവ്വയിലേക്ക് പര്യവേഷണം നടത്തുക. പക്ഷെ ഇവിടെ ചൊവ്വയെ മേടിച്ച് മലയാളത്തിലെ കുട്ടികളുടെ കല്യാണം മുടങ്ങുക. ചൊവ്വയെ മേടിച്ചാണ് കല്യാണം വന്നതാണ്. 7 ചൊവ്വ എന്നാൽ സർവനാശം, 8 ചൊവ്വ എന്നാൽ വൈകല്യം. തപ്പോട്ടെ വേറെ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആളുകളില്ലാതെ ജീവിക്കാമല്ലോ. എനിക്ക് വേണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത്. നാരായണ സമൻ ഇത്രയും വായിച്ചത് എവിടെയെങ്കിലും നാരായണ സാം ഭാര്യ എന്നത് ഒരു വരി താമസില്ല. എന്താ ഇത് മുന്നിൽ എഴുതിക്കൂട്ടിയത് ആണുങ്ങൾ. ഈ പുസ്തകങ്ങളിൽ എഴുതിയ വിഷയങ്ങളായോ ബ്രാഹ്മണ പുരുഷന്മാരാണ് ഈ മുന്നിൽ എഴുതിയത്. സ്ത്രീകൾ മാത്രമേ എഴുതുള്ളൂ, നല്ല ഒന്നിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ചുരുക്കമാണ് സമയം വളരെയധികം മുന്നോട്ട് പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധർമ്മശാസ്ത്ര പാരമ്പര്യമാണ് ഒരു സ്ത്രീ ധർമ്മം സങ്കല്പിച്ചു വെച്ചു. ആ സ്ത്രീ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും തുല്യരീതിയും ഉള്ള ലിംഗഭേദത്തിന് ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിയെ സാധ്യമാക്കുന്ന വ്യവസ്ഥാക്രമമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് വരുന്നത്. ആ ഭരണഘടന ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥാക്രമം അനുസരിച്ച് സ്ത്രീകൾക്ക് എത്ര സ്വാതന്ത്ര്യത്തോടെയും തുല്യതയോടുകൂടി ജീവിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഇവിടെ ഷാജി സൂചിപ്പിച്ചതുപോലെ ആർഷഭാരത സംസ്കാരത്തിന്റെ വ്യവസ്ഥാക്രമം സ്ത്രീകളെ അടിമകളാക്കുകയും അവരെ ജാതിവ്യവസ്ഥ നിലനിർത്താനുള്ള ഉപകരണവും വിഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ കാതലിക്ക സൂചിപ്പിച്ചതുപോലെ നമ്മൾ തുല്യതയുള്ള ഒരു സമൂഹത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ സിമോണിപൂരമായിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടിയുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ വേദങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും പകർത്താൽ മാത്രമേ സിമോണിലേക്ക് നമുക്ക് പ്രവേശനം. അപ്പൊ അതിനുവേണ്ടി തുല്യതയുടെ സമൂഹം സൃഷ്ടിക്കാൻ, സ്വാതന്ത്ര്യങ്ങളുടെ സമൂഹം സൃഷ്ടിക്കാൻ ഈ ധർമ്മശാസ്ത്രങ്ങളുടെയും ഇതിഹാസപരമായ ലോകത്തിന് മുന്നോട്ട് പോകും. സ്ത്രീധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തിന് അടിമുടി തെറ്റിക്കുകയും ആ സംസ്കാരത്തെ പരിപൂർണമായി ഉപേക്ഷിച്ചാൽ മാത്രമേ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അതുവഴി സമൂഹത്തിന് മുഴുവൻ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യവസ്ഥാക്രമത്തിലേക്ക് നമുക്ക് മാറിയിരിക്കാൻ കഴിയുന്നു. ആ രീതിയിലേക്ക് സംവാദം വികസിക്കട്ടെ. അത്തരത്തിലൊരു സംഭാഷണ സ്വാഭാവിക വികസിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നെ ഇത്തരം ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ വൈക്കം പ്രത്യേകിച്ച് ബാബുജിയിലുള്ള എന്റെ ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദിയും സ്നേഹവും നിങ്ങൾ എല്ലാവരോടും അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പ്രയാസങ്ങൾ ഒരു കഴിവ് സൂചിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഒരു പരിപാടിയിൽ എറണാകുളം സമ്മേളിക്കാനുള്ളതിന് തുടർ ചർച്ചയ്ക്ക് എടുക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നു.